मेरे प्यारे देशवासियों, ഒരു അമ്പലം പൊളിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും. ഭഗവാൻ എന്തിനാ പാറാവ്? ഇതെല്ലാം ചോദിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. വഴങ്ങുമോ ഒരു കാര്യം? അതില്ലെങ്കിൽ ഇത് സംഘർഷം. ഒരു നിമിഷം എം സ്വരാജിന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ടി ജി മോഹൻദാസ്, ഒരു നിമിഷം. എന്തിനാ ഇങ്ങനെ പറയുന്നത്? എനിക്ക് അദ്ദേഹത്തിന് അറിയാത്തോണ്ടാന്ന് തോന്നില്ല. ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പറഞ്ഞ ആരാ? കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞ്. എന്തിനാ? നിങ്ങൾക്കിത് അറിയാത്തോണ്ടാണോ? അറിയാത്തോണ്ടാണെ പഠിക്കണം. അത് പ്രായം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അറിയാത്തോണ്ടാണെ പഠിക്കണം. നമ്മൾ ആ ചർച്ച പിരിച്ചുവിട്ടു. ഈ വിഷയം ഇതേ ചർച്ചയിൽ 2 ദിവസം മുമ്പ് വന്നുകൊണ്ടാണത്. സ്വരാജ് ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി, ക്ഷോഭിക്കുന്നതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടതാണ്. ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ താങ്കളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു, ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് ചോദ്യം. ഈ കേരളം കേൾക്കട്ടെ, ഒന്ന് പറ. കെ ദാമോദരൻ. ശരി, കെ ദാമോദരൻ. എന്നിൽ നിന്ന് കേൾക്കൂ സുരാജ്, അത് കെ ദാമോദരൻ. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇല്ല, ഏതായാലും എന്റെ അറിവിൽ സി കേശവനാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്റെ അഭിലാഷെ, ചരിത്രത്തിന്റെ ഭാഗമായി ചരിത്രം പഠിക്കുന്നവരാണ് ഞങ്ങൾ. അത് വളച്ചൊടിക്കില്ലേ? സി കേശവനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതെ. ആ സി കേശവൻ പറഞ്ഞു. സി കേശവൻ ആരാ? സി കേശവൻ ആരാണെന്ന് ഗൗതമാഷ് പറയട്ടെ. മഹാത്മാഗാന്ധി ഒരു പ്രാവശ്യം പോലും അംഗീകരിക്കാത്തവരാണ്. മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞൊന്നുമില്ല കേട്ടോ. മഹാത്മാഗാന്ധിയെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മഹാത്മാഗാന്ധിയെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. മഹാത്മാഗാന്ധിയെ കൊന്ന അത് ആരാണ്? ഇല്ല, വിഷയത്തിലേക്ക് പോകുന്നതല്ല. മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് ശ്രീ വി ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അഭിലാഷം കേസ് നടക്കും. രാഹുൽ ഗാന്ധി കേസുമായി നടക്കുന്നത് അതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി കേസുമായി നടന്നോട്ടെ. മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദൗർബല്യം. അതാണ് ഒരു പ്രശ്നം. പുതിയ സാധനം ഇത് കൊല്ലം കുറെ പഴമ്പിച്ചതാ. അത് നിങ്ങൾ ചെയ്ത കാര്യമാണല്ലോ. അതായിക്കോട്ടെ. ശരി, അത് സംബന്ധിച്ചാൽ ശരി ശരി. നിങ്ങൾ വെറുതെ ഇരുന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്യോ? അതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. നമ്മൾ അത് തർക്കിക്കേണ്ട കാര്യമുണ്ടോ? അതിൽ തർക്കം ഒഴിവാക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞത് താങ്കളുടെ മൂവ്മെന്റിന് പ്രസ്ഥാനത്തിനെങ്കിലും നല്ലത്. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, കേൾക്കുന്ന ആളുകൾക്കുള്ള ബോറടി ഒഴിവാക്കണല്ലോ. സത്യം പറഞ്ഞാലോ, ഞാനൊരു കാര്യം പറയാം. ഈ ഗോഡ്സെ ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നാം തരം RSS-കാരനായേനെ. അയ്യോ, അദ്ദേഹം അല്ലെങ്കിൽ തന്നെ RSS-കാരനാണ്. ഗോഡ്സെ അല്ല, ഗാന്ധിജി. കൊള്ളാം. അദ്ദേഹം കോൺഗ്രസുമായി അതുകൊണ്ട് അല്ല, ബാക്കി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങളെ എതിർത്തിരുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ ആളുകളാണെന്ന് പറയുന്ന പ്രക്രിയ കുറെ കാലമായിട്ട് നടത്താണല്ലോ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊരു വേദനയില്ല. താങ്കൾ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്, റഹീമിനെ കുറിച്ചല്ല പറഞ്ഞത്. താങ്കൾ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പറഞ്ഞത്. താങ്കൾ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിയെ പോലൊരു മഹാനായ മനുഷ്യൻ RSS ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വേദനിക്കും. സ്വാഭാവികമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഒരു തുരുമ്പിച്ച മുദ്രാവാക്യമില്ല. RSS ആകുമായിരുന്നു മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഇന്ത്യക്കാരനും വേദനിക്കില്ലേ? സ്വാഭാവികമല്ലേ? അതൊരാളുടെ ദേശസ്നേഹത്തിന്റെ പ്രശ്നമാണ്. ശരി 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 ശരി. എന്തായാലും നിങ്ങളുടെ സ്കൂളിലല്ല പഠിച്ചത് എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം, ആത്മവിശ്വാസം, ആശ്വാസം ശ്രീ ഗോപാലകൃഷ്ണൻ. എന്തായാലും താങ്കൾ പഠിച്ച സ്കൂളിൽ ചരിത്രം പഠിക്കേണ്ടി വന്നില്ലല്ലോ. അങ്ങേക്കൊരു ഇരട്ട പേരുണ്ട്. പിന്നെ ഒട്ടകം. ഒന്നല്ല, 5-6 ഉണ്ട്. അതിൽ ഒട്ടകമാണ് കൂടുതൽ ഫേമസ്. അതെ, ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാണ്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പത്തനംതിട്ടയിലെ ഒരു BJP പ്രവർത്തകന് പോലും പ്രധാനമന്ത്രിയോട്, ശരി സാർ, ഞങ്ങളുടെ ശബരിമലയിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം പോലും ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. എന്റെ നിലപാട് എന്തോ ആയിക്കോട്ടെ. BJPയുടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ്. അവർക്കറിയാം കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ശ്രീമതി ശോഭ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് താങ്കളെങ്കിൽ പൊതുസമൂഹത്തോട് താങ്കൾ മാപ്പ് ചോദിക്കണം. നിങ്ങൾക്കറിയാമോ? പ്രതീക്ഷ വേണ്ട. അല്ല, നിങ്ങൾ ഇവിടെ വാചാലമായപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. താങ്കൾക്കറിയുമോ?
അല്ല നിങ്ങളാണല്ലോ ഇത് പറഞ്ഞ ഈ കൺകറന്റ് ലിസ്റ്റ് ഒന്ന് പഠിച്ച എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? അതല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അത് പരീക്ഷിക്കാൻ ചോദിച്ചതാണ്. കാരണം ഒരു അവതാരകന്റെ റോൾ ഏറ്റെടുക്കാൻ ജനാധിപത്യപരമായ ചർച്ചയല്ലേ, അത് അങ്ങനെയില്ല. ഞാൻ പ്രേക്ഷകരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ്. വളരെ നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ശ്രീ ടോം അടക്കം പറഞ്ഞതുപോലെ 15 ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ, എന്റെ അക്കൗണ്ടിൽ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ 15 ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടു തരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. ശ്രീ രാജേഷ്, ഈ കാര്യം നേരത്തെ അറിയാവുന്നത് കൊണ്ടായിരിക്കും ശ്രീ ടോം അടക്കൻ അദ്ദേഹം എഐസിസിയുടെ മാധ്യമ വിഭാഗം തലവൻ കൂടിയാണ്. അങ്ങനെ ഒരു ക്ലിപ്പിംഗ് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്, അത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में 15-20 लाख रुपए ही मिल जाएगा. कितने रुपये? രാജേഷ്, ഇത് നരേന്ദ്രമോദിയാണ്. അല്ല, നരേന്ദ്രമോദിയാണത്. നികേഷ്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പറയണം, അദ്ദേഹം എന്താ പറഞ്ഞത്? ഹിന്ദിയിൽ താങ്കൾ ഈ ചർച്ചയിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം താങ്കളും താങ്കളുടെ പാർട്ടിയും എത്രയോ കാലമായി ഹിന്ദി ഭാഷയുടെ പ്രൊമോഷന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. രാജേഷ് ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചയാളാണ്. എന്നിട്ട് രാജേഷിന് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഹിന്ദിയിൽ ആ കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് താങ്കളോട്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ കാര്യം, ആ ഭാഷാവാദം പ്രമോദിനോട് ഹിന്ദിയിൽ പറഞ്ഞു. സാധിച്ചില്ല. അല്ല, എനിക്ക് പരിമിതിയുണ്ട്. എന്റെ പാർട്ടി അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ എനിക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? താങ്കൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും കാലമായി നിലകൊള്ളുന്ന ഒരു ആവശ്യം താങ്കൾക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല എന്റെ അങ്ങ് താങ്കൾ വിലയിരുത്തിക്കോളൂ. എന്റെ കഴിവ് കുറവാണെന്ന് താങ്കൾ വിലയിരുത്തിക്കോളൂ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കുകയാണ്. പറ്റാത്തൊരു കാര്യം ഈ നാട്ടിലെ സാധാരണക്കാരന് പറ്റും. तुम पागल है क्या? हम निश्चल है. മുझे മാലൂം. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ കേട്ട ആളാണ് ഞാൻ. സത്യം പുറത്തു വരും, അതുകൊണ്ടാണ് ഈ പ്രശ്നം. എന്റെ പണി നോക്ക്, എനിക്ക് പറയാനുള്ളത് പറയട്ടെ. പക്ഷേ രാഷ്ട്രീയമാണ് ഇപ്പൊ കുഴപ്പമുണ്ടോ? അങ്ങനെ പറഞ്ഞു പോലെ മണ്ടത്തരം വിളിച്ച് പറയാതെ എഴുന്നേറ്റ് പോടോ അവിടുന്ന്. കറവ പറ്റിയ പശുക്കളെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ക്ഷീരകർഷകരോട്. എന്റെ അമ്മയാണ് എനിക്ക് പാല് തന്ന് വളർത്തിയത്. ഞാൻ വളർന്നു വെച്ചാൽ എന്റെ അമ്മയുടെ കറവ് പറ്റി, എന്റെ അമ്മയുടെ ശേഷി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മ എന്താ ചെയ്യേണ്ടത്? ഒരു തരത്തിലും നമ്മളാരും താരതമ്യം ചെയ്യാത്തതാണ്. താങ്കൾക്ക് പറ്റുമായിരിക്കും. ഈ ഗോമാതാവ് എന്ന് പറയുന്ന സങ്കല്പവും അതിനോട് ആരാധനാപൂർവ്വം താങ്കൾ കാണുന്നതുകൊണ്ടാണ്. എനിക്ക് ആ നിലയിൽ അത്ര വലിയ ആരാധന ഇല്ലാത്തതുകൊണ്ടാവും. ശരി, താങ്കൾക്ക് ഭയങ്കരമായ സങ്കടം തോന്നുന്ന ഒരു താരതമ്യം അതിലുണ്ടെങ്കിൽ ഞാൻ വിട്ടു. എന്തു ചെയ്യണം? ശരി, മാതാവിനെ നമ്മൾ വീട്ടിൽ സംരക്ഷിക്കും, ബഹുമാനിക്കും, അവരെ പരിചരിക്കും. അങ്ങനെയാണെങ്കിൽ കന്നുകാലികൾക്കുള്ള വൃദ്ധസദനം കൂടി ഉണ്ടാക്കാൻ നിങ്ങളുടെ നിയമത്തിൽ എഴുതി വെക്കണമായിരുന്നു. ഇത് തന്നെയാണ് രാജേഷ് നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഈ ചർച്ചയുടെ ഒരു മാന്യതയ്ക്ക് വേണ്ടി മറച്ചു വെക്കേണ്ട കാര്യമല്ല. നടക്കുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ RSS BJP എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൊള്ളാമെന്നുള്ള കാണാൻ കൊള്ളാം, തന്ത്രത്തിൽ സംസാരിക്കും എന്നൊന്നുമില്ല.
ഉള്ളിലിരിപ്പ് തനി വർഗീയതയാണ്. സന്ദീപ് വാര്യരുടെ ഉള്ളിലല്ല വർഗീയതയുള്ളത്, റഹീമിന്റെ ഉള്ളിലാണുള്ളത്, റിയാസിന്റെ ഉള്ളിലാണുള്ളത്, ഷംസീറിന്റെ ഉള്ളിലാണുള്ളത്, സന്ദീപിന്റെ ഉള്ളിലല്ല. വളരെ നിർഭാഗ്യകരമാണ് ഈ രൂപത്തിൽ ഈ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളെ ചിത്രീകരിക്കുന്നത്. രാഷ്ട്രീയം ഞങ്ങൾ പറയും. റഹീമിന്റെ തിട്ടൂരത്തിന്റെ ആവശ്യമില്ല, റഹീമിന്റെ ഭീഷണിയും വേണ്ട, കയ്യിൽ വെച്ചാൽ മതി. കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി ഉണ്ടായിരിക്കണം. റഹീം ഇവിടെ വെല്ലുവിളിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അല്ലല്ല, അത് വെറുതെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കയ്യിൽ വെച്ചാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തി കാണിക്കണ്ട. രണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ റഹീം, ഷംസീർ, റിയാസ്, ഇങ്ങനെ പറഞ്ഞല്ലോ. ഇങ്ങനെ പോയാൽ മുസ്ലിം നാമധാരികളായ ഈ രാജ്യത്തെ മുഴുവൻ പേരും എണ്ണി തുടങ്ങുന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? മുഴുവൻ പേരെയും നിങ്ങൾ കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ സംഘി എന്നും എന്നെ കമ്മ്യൂണിസ്റ്റ് എന്നും വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് വ്യത്യാസം. അടിമൂടി കള്ളത്തരം നിറഞ്ഞ ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. മഞ്ജുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഭഗവാനേ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. എനിക്കറിയില്ല രാഹുൽ ഈശ്വർ, ഏതെങ്ങനെയാണ് അങ്ങനെ പറയുക? ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു ചർച്ചയിൽ അനുവദിക്കാൻ കഴിയുക? താങ്കൾ ഇതല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് 30 സെക്കൻഡ് കഷ്ടമാണിത്? 30 സെക്കൻഡ് തരൂ. 30 സെക്കൻഡ് ബഹുമാനത്തോടെ എനിക്ക് ചാനൽ ചർച്ചയിൽ എന്തൊക്കെ പറയാതിരിക്കാനുള്ള കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ എന്റെ ചർച്ചയിൽ എന്തൊക്കെ അനുവദിക്കാതിരിക്കും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. എന്തായാലും ചീഫ് ജസ്റ്റിസിനെ ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താങ്കൾ അനുവദിക്കില്ല. താങ്കൾ ഇനിയിപ്പോ ഏതൊക്കെ അന്താരാഷ്ട്ര ചാനലിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാലും ആരെയും വ്യക്തിഹത്യ നടത്താനുള്ള അനുവാദം ഉണ്ടാകില്ല. എന്റെ ചർച്ചയിൽ എന്തൊക്കെ നടക്കണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. എന്റെ അഭിലാഷം ഒരു വരി പറയട്ടെ. പറയൂ. എന്റെ അഭിലാഷം ഒരു വരി പറയട്ടെ. 1-2 വരി പറഞ്ഞോളൂ. അത് ആരെയും വ്യക്തിഹത്യ നടത്തിക്കൊണ്ടാകരുതെന്നേ ഉള്ളൂ. ആരോപണങ്ങൾ ഉന്നയിച്ചാലേ കോടതി ലക്ഷ്യം വരൂ. എന്റെ അഭിലാഷം ഒരു വരി പറയാനുള്ള അവസരം തരൂ. ഈ കേസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറഞ്ഞ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായ്ത്താരി ആർക്കും എന്തും പറയാം. ഞാൻ അവരോട് ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള ഈ വ്യാജ പ്രചരണങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ വരുന്ന സ്ഥലത്ത് ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ ഒരു കാര്യം അറിയാമോ? ഇന്നലെ എന്നെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. അറിയാമോ? കക്ഷി ചേർത്തല്ല, സാക്ഷിയാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് പറഞ്ഞല്ലോ സാമൂഹ്യ നിരീക്ഷകനാണ്. ഇവൻ സാമൂഹ്യ നിരീക്ഷകനല്ല, സാമൂഹ്യ ദ്രോഹിയാണ്. സാമൂഹ്യ ദ്രോഹി. മനുഷ്യകുലത്തിനെ ദ്രോഹിക്കുന്ന, സ്ത്രീകളെ ദ്രോഹിക്കുന്ന, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഏതോ ഒരുത്തന് വേണ്ടിയിട്ട്, അവർ കുറ്റം ചെയ്ത ഒരുത്തന് വേണ്ടിയിട്ട്, അവന്റെ പിച്ചക്കാശിന് വേണ്ടിയിട്ട് നിറങ്ങി നടക്കുന്ന ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്റെ സുഹൃത്തെ, ഹിന്ദുക്കൾ എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞ ഇന്ത്യക്കാരെ വിദേശത്ത് അറിയപ്പെടുന്ന ഹിന്ദുക്കൾ എന്നാണ് താങ്കൾക്ക് അറിയുമോ? ഇന്ത്യക്കാരുടെ മറ്റൊരു പേരാണ് ഹിന്ദുക്കൾ. ക്ഷേത്രത്തിൽ പോകുന്നവന് അർത്ഥമില്ല. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും ഹിന്ദുവാണ്. ഈ രാജ്യത്ത് ജനിക്കുന്ന ഏതൊരു ഹിന്ദുവാണ്. അല്ലാതെ അമ്പലത്തിൽ പോയി കുറി തൊടുന്നവരെന്നോ അല്ല ഹിന്ദുവിന്റെ അർത്ഥം. ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ് എന്നാണ് പറഞ്ഞത്. എന്ന് അല്ലേ? സംശയം ചോദിക്കാം. ഭാരതീയനല്ലേ? നമ്മുടെ ഭരണഘടന അങ്ങനെയല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും ആ ഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ഷാനി ഹിന്ദുസ്ഥാൻ എന്നുള്ളത്. അതറിയാമോ ഷാനിക്ക്? ഒരിക്കലും. അപ്പൊ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നുള്ള നാളെ നിങ്ങൾ റീനെയിം ചെയ്ത് ഭാരതസ്ഥാൻ അല്ലെങ്കിൽ സെക്യുലർ സ്ഥാനം ആക്കി മാറ്റ്.
എന്ത് നിങ്ങൾ പറയുന്നത്? ഈ രാജ്യത്തിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ. ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക നാമം ഇന്ത്യ എന്നാണ്. ഭാരതം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. എന്റെ രാജ്യത്തിന്റെ പേരല്ല.